മൊത്തമായിട്ട് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ അല്പം വില കുറച്ച് കൊടുക്കേണ്ടി വരും. പക്ഷേ നമുക്ക് കൂടുതൽ സാധനം ചെലവാകും. അപ്പോൾ നമ്മൾ വരും കാലങ്ങളിൽ നമുക്ക് കൂടുതൽ കൃഷി ചെയ്താലും നമ്മൾക്ക് ഈ ഓണക്കാലങ്ങളിൽ നമുക്ക് തീർച്ചയായിട്ടും പിന്നെ അതിൻ്റെ വിൽപ്പനയ്ക്ക് തടസ്സം വരില്ല. അത് തന്നെ അല്ല, സ്ഥിരമായിട്ട് നമ്മൾ കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് എടുക്കുന്ന കടക്കാർ നമ്മുടെ അടുത്ത് നിന്ന് പൂ എടുക്കും. അത് സ്ഥിരമായിട്ട് നമുക്ക് വിൽക്കാനും പറ്റും. അതുപോലെ തന്നെ ഓണം സീസൺ കഴിഞ്ഞാൽ പോലും വീണ്ടും നമുക്ക് അതായത് വൃശ്ചം, ധനു, മകരം, കുംഭമാസങ്ങളിൽ നമുക്ക് ധാരാളം പൂക്കൾ ചിലവാകും. അതായത് മണ്ഡലകാലം, വൃശ്ചവൃതമൊക്കെ തുടങ്ങുന്ന സമയത്ത് ക്ഷേത്രങ്ങളിലൊക്കെ ധാരാളം പൂക്കളുടെ ആവശ്യമുണ്ട്. അപ്പൊ ഈ 3-4 മാസം അന്നേരവും പൂക്കൾ നല്ല ഡിമാൻഡാണ്. അല്ലെങ്കിൽ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് നമുക്ക് പൂക്കളുണ്ടെങ്കിൽ ഡെയിലി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൂക്കച്ചവടക്കാർ നമ്മളുടെ പൂ സ്ഥിരമായിട്ട് എടുക്കും. ഇപ്പോൾ ഓണം കഴിഞ്ഞ് പുതിയ കൃഷി തുടങ്ങുന്നവരാണെങ്കിൽ പോലും നമുക്കൊരു